ഹലോ എവരിവൺ, സെറ്റ് പരീക്ഷയുടെ മുൻകാല ചോദ്യ പേപ്പറുകളെ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്ന സെറ്റ് ക്രാക്കറിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ക്വസ്റ്റ്യന്റെ ബാലൻസ് ഭാഗമാണ്. നോക്കിയോളൂ. The mode of grading where grades are given based on predetermined cutoff levels is known as dash grading. ഏത് തരത്തിലുള്ള ഗ്രേഡിംഗ് ആണ് ഈ പറയുന്ന രീതിയിൽ ചെയ്യുന്നതെന്നാണ്. The mode of grading where grades are given based on predetermined ആയിട്ടുള്ള കട്ട് ഓഫ് ലെവലുകളിൽ ഗ്രേഡ് ചെയ്യുന്ന രീതിയെ വിളിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻ എ പെർമനന്റ് ഗ്രേഡിംഗ്, അബ്സല്യൂട്ട് ഗ്രേഡിംഗ്, റിലേറ്റീവ് ഗ്രേഡിംഗ്, ടെമ്പററി ഗ്രേഡിംഗ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ഗ്രേഡിംഗ് ആണ്. അബ്സല്യൂട്ട് ഗ്രേഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ അബ്സല്യൂട്ട് ഗ്രേഡിംഗ് ആണ് എന്ത്? ഒരു പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള കട്ട് ഓഫ് ലെവൽ വെച്ചുകൊണ്ട് ഗ്രേഡ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? അബ്സല്യൂട്ട് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് റിലേറ്റീവ് ഗ്രേഡിംഗ് എന്ന് നോക്കിയോളൂ. റിലേറ്റീവ് ഗ്രേഡിംഗ് റെഫേഴ്സ് ടു എ സിസ്റ്റം ഓഫ് ഇവാലുവേഷൻ ദാറ്റ് അലൗസ് എഡ്യൂക്കേറ്റേഴ്സ് ടു കൺവേർട്ട് ദ ഔട്ട്കംസ് ഓഫ് എ സ്റ്റുഡൻസ് ടെസ്റ്റ്, project or assignment and adjust that final grade in relation to grades from other students in the course. ഓക്കെ, എന്ന് പറഞ്ഞതാണ് റിലേറ്റീവ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. എന്താണെന്ന് അറിയാമോ? അതൊരു സിസ്റ്റം ഓഫ് ഇവാലുവേഷൻ ആണ് that allows educators to convert the outcomes of students' test, project or assignment and adjust the final grade in relation to grades from other students in the course. അതായത് കുട്ടികളുടെ പോർട്ട്ഫോളിയോകളൊക്കെ അതായത് പ്രോജക്റ്റ്, അസൈൻമെന്റ്, സ്റ്റുഡൻറ് ടെസ്റ്റ് ഒക്കെ വിലയിരുത്തിക്കൊണ്ട് മറ്റു കുട്ടികളെയും കൂടെ റിലേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഗ്രേഡുകളെ കൂടി കമ്പയർ ചെയ്ത് റിലേറ്റ് ചെയ്തുകൊണ്ട് നൽകുന്ന ഫൈനൽ ഗ്രേഡിങ്ങിനെ വിളിക്കുന്ന പേരാണെന്ത്? റിലേറ്റീവ് ഗ്രേഡിങ്. റിലേറ്റീവ് എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം അതാണ് അല്ലേ. എന്താണ്? ഒന്നുമായിട്ട് അനുബന്ധത്തിലാണ്. അല്ലെങ്കിൽ എന്താണ് റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഈ പറയുന്ന പോലെ ഒന്നിനെ അപേക്ഷിച്ച് അല്ലേ, ആപേക്ഷികമാണെന്ന് വേണമെങ്കിൽ പറയാം. ആപേക്ഷികമായ ഗ്രേഡിംഗ് ആണ്. അതായത് ഒരു കുട്ടിയുടെ ഗ്രേഡിംഗ് വെച്ച് അല്ലെങ്കിൽ മറ്റു കുട്ടികളുടെ ഗ്രേഡിങ്ങിനെയും കൂടി റിലേറ്റ് ചെയ്തുകൊണ്ട് ഒരു കുട്ടിക്ക് നൽകുന്ന ഗ്രേഡിംഗ്, അങ്ങനെ അതിനെയാണെന്ന് വിളിക്കുന്നത് റിലേറ്റീവ് ഗ്രേഡിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ റിലേറ്റീവ് ഗ്രേഡിംഗ് എന്താണെന്നോട് നോക്കിയോ. റിലേറ്റീവ് ഗ്രേഡിംഗ് റെഫേഴ്സ് ടു സിസ്റ്റം ഓഫ് ഇവാലുവേഷൻ ദാറ്റ് അലൗസ് educators to convert the outcomes of a student's test, project or assignment and adjust that final grade in relation to grades from other students in the course. ആ കോഴ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ആ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റു കുട്ടികളുടെ ഗ്രേഡുകളുമായി കമ്പയർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് എന്താണ് ഗ്രേഡ് നൽകുന്ന രീതിയാണ് എന്ത്? റിലേറ്റീവ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ റിലേറ്റീവ് ഗ്രേഡിംഗ് എന്താണെന്ന് ക്ലിയർ ആണല്ലോ. എന്നാൽ പ്രീ ഡിറ്റർമിൻഡ് കട്ട് ഓഫുകൾ വെച്ചുകൊണ്ട് ഗ്രേഡിംഗ് നൽകുന്ന രീതിയെ വിളിക്കുന്ന പേരെന്താണ്? അബ്സല്യൂട്ട് ഗ്രേഡിംഗ്. ഓക്കെ, പ്രീ ഡിറ്റർമിൻഡ് കട്ട് ഓഫുകൾ നൽകിക്കൊണ്ട് അബ്സല്യൂട്ട്, അതിനാണ് അബ്സല്യൂട്ട് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ടെമ്പററി ഗ്രേഡിംഗ് എന്ന് നോക്കുള്ളൂ. ടെമ്പററി ഗ്രേഡ്സ് ആർ ഗിവൺ അറ്റ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഇൻസ്ട്രക്ടർ വെൻ ദ സ്റ്റുഡൻറ് ഹാസ് നോട്ട് പ്രോപ്പർലി കംപ്ലീറ്റഡ് ദി റിക്വയർമെന്റ്സ് ഓഫ് എ കോഴ്സ്. ഒരു കോഴ്സിനെ ഗ്രേഡ് ചെയ്യേണ്ട സാഹചര്യത്തിന് ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് ആ കുട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ, പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ഇൻസ്ട്രക്ടറിന്റെ ഡിസ്ക്രിപ്ഷനാണ് അവൻ എന്ത് ഗ്രേഡ്, ടെമ്പററി ആയിട്ടൊരു ഗ്രേഡ് കൊടുക്കുക എന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് എന്ത്? ടെമ്പററി ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ the temporary grades are given at the discretion of the instructor when the student has not properly completed the requirements of a course. ഒരു കോഴ്സിന് ആവശ്യമായ അല്ലെങ്കിൽ ഒരു ടെസ്റ്റിന് ആവശ്യമായ റിക്വയർമെന്റുകളായ പോർട്ട്ഫോളിയോകളൊന്നും ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ ഇൻസ്ട്രക്ടറുടെ ഡിസ്ക്രിപ്ഷനിൽ എന്ത് കൊടുക്കാം? ഒരു ഗ്രേഡിംഗ് കൊടുക്കുന്നു. അതിനാണ് എന്ത് വിളിക്കുന്നത്? അതായത് ഇവാലുവേറ്റ് ചെയ്യാൻ ഒന്നുമില്ലാത്ത സാഹചര്യത്തിലും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഗ്രേഡിംഗ് കൊടുക്കുന്നുണ്ട്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ടെമ്പററി ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് റിലേറ്റീവ് ഗ്രേഡിംഗ് എന്നും ടെമ്പററി ഗ്രേഡിംഗ് എന്നും അബ്സല്യൂട്ട് ഗ്രേഡിംഗ് എന്നും ക്ലിയർ ആണല്ലോ. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ ഇൻ ദ കേസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാൻ? നമ്മൾ നേരത്തെ പഠിച്ച അല്ലെങ്കിൽ നേരത്തെ 2 ക്വസ്റ്റ്യൻ മുമ്പ് ചെയ്തൊരു ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ ഇൻ ദ കേസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്? ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിന്റെ സാഹചര്യത്തിൽ ഈ പറയുന്ന ഓപ്ഷൻസിൽ ഏതാണ് ശരിയല്ലാത്തതെന്നുള്ളതാണ് ചോദ്യം. കൺസിഡർ ഫെൽറ്റ് നീഡ്സ്, ആവശ്യമുള്ള കാര്യങ്ങളെ പരിഗണിക്കുക. അത് ഉറപ്പായിട്ടും ഒരു പ്ലാനിങ്ങിന്റെ പാർട്ട് ആയിരിക്കണം അല്ലേ. ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ കിട്ടാവുന്ന റിസോഴ്സുകളൊക്കെ മാക്സിമം യൂസ് ചെയ്യുക. പ്രിപ്പയർഡ് ബൈ എ പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്ത് ചെയ്യുന്നത്? പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ലിമിറ്റഡ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, റിസോഴ്സുകളുടെ ലിമിറ്റഡ് യൂസേജ് എന്ന് പറയുന്നത് ഒരിക്കലും പ്ലാനിങ് മെച്ചപ്പെട്ടതാകാൻ സഹായിക്കുമോ? ഇല്ല.
ലഭ്യമാകുന്ന റിസോഴ്സുകളെല്ലാം മാക്സിമം ഒപ്റ്റിമം ലെവലിൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ് നല്ലൊരു പ്ലാനിങ്ങിൻ്റെ നല്ലൊരു പ്ലാനിങ് നടത്താൻ സഹായിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നമ്മുടെ ഓപ്ഷനായിട്ട് വരുന്നത് നോട്ട് ട്രൂ ഇൻ ദ കേസ് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ്, ലിമിറ്റഡ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് ആണ് ഇവിടെ എന്ത് തെറ്റായിട്ട് വരുന്നത്. ബാക്കി ഇതേ കാര്യത്തിന് തന്നെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ് ഏത്, ഓപ്ഷൻ ബി. അപ്പം തന്നെ നമുക്ക് അതിൽ നിന്ന് നോക്കാം, രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും നോട്ട് ട്രൂ എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് തന്നെ മനസ്സിലായി. ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സും ഉണ്ട്, ലിമിറ്റഡ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സും ഉണ്ട് അല്ലേ. അപ്പോൾ ഒരു യെസ് ഓർ നോ സാഹചര്യത്തിൽ നേരെ വിരുദ്ധമായ രണ്ട് ആൾക്കാർ വന്ന് ഇപ്പോൾ ഉണ്ടെങ്കിൽ അവരിൽ രണ്ടിൽ ആരെങ്കിലും ഒരാളെയാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് അല്ലേ. അപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്നത് ലിമിറ്റഡ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സുകളാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ അകത്ത് നോട്ട് ട്രൂ ആയിട്ട് മാർക്ക് ചെയ്യാൻ സാധിക്കും. ക്ലിയർ അല്ലേ? ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇമ്പോസിങ് ഡിസിപ്ലിൻ, അതായത് അച്ചടക്കം അടിച്ചേൽപ്പിക്കുക ക്ലാസ്സിൽ. നമുക്കിതിൻ്റെ ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ യുക്തി വെച്ച് എഴുതാൻ സാധിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ബി, പണിഷിങ് ദ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് റൂം. ഇതെന്ന് പറഞ്ഞാൽ ക്ലാസ് റൂം മാനേജ്മെന്റ്, ഒരു അധ്യാപകൻ ക്ലാസ് റൂം എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിൻ്റെ രീതികളാണ് പറയുന്നത്. അതിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്, ഏതാണ് ശരി എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇമ്പോസിങ് ഡിസിപ്ലിൻ ഇമ്പോസ് ചെയ്യുക, അടിച്ചേൽപ്പിക്കുക. അങ്ങനെ ഒരു അധ്യാപന ക്ലാസ് റൂം മാനേജ്മെൻറ്റിന് ഡിസിപ്ലിൻ ഇമ്പോസ് ചെയ്യുക എന്നുള്ളൊരു രീതി ശരിയായ രീതിയാണെന്ന് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അല്ലേ. ശരി, നോക്കൂ. അടുത്ത പണിഷിങ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് റൂം, കുട്ടികളെ ക്ലാസ് റൂമിൽ ശിക്ഷിക്കുക. നിലവിലെ സാഹചര്യത്തിൽ കുട്ടികളെ ക്ലാസ് റൂമിൽ നമ്മൾ ശിക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കരിക്കുലത്തിൽ എങ്ങും പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാണ് അല്ലേ. അല്ലെങ്കിൽ കുട്ടികളെ ക്ലാസ്സിൽ ശിക്ഷിക്കാൻ പാടില്ല എന്ന് അനുശാസിക്കുന്ന എഡ്യൂക്കേഷൻ പോളിസിയാണ് നമുക്കിപ്പോൾ നിലവിലുള്ളത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് എടുക്കാൻ സാധിക്കില്ല. സി, അലോ സ്റ്റുഡൻറ് ഫ്രീഡം ഇൻ ദ ക്ലാസ് റൂം, കുട്ടികൾക്ക് സ്വാതന്ത്ര്യം നൽകുക ക്ലാസ് റൂമിൽ. ക്ലാസ് റൂം മാനേജ്മെൻറ്റിൻ്റെ വ്യൂ പോയിന്റിൽ നോക്കുമ്പോൾ ഇത് ശരിയാകണോ എന്നൊരു സംശയം ചിലപ്പോൾ ഒരുപക്ഷെ വന്നേക്കാം. ഡി ഓപ്ഷൻ നോക്കിയിട്ട് നമുക്കൊരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്താം. പ്രൊവൈഡിങ് സേഫ് ആൻഡ് കംഫർട്ടബിൾ ലേണിംഗ് എൻവയോൺമെൻറ്റ്, ഇതിൽ ഏതായിരിക്കും ബെറ്റർ എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? അതായത് പ്രൊവൈഡിങ് സേഫ് ആൻഡ് കംഫർട്ടബിൾ ലേണിംഗ് എൻവയോൺമെൻറ്റ് നൽകുന്നതാണോ ക്ലാസ് റൂം മാനേജ്മെൻറ്റിൻ്റെ ഒരു ഫീച്ചറായിട്ട് തോന്നുന്നു, അതോ ക്ലാസ്സിൽ കുട്ടികൾക്ക് സ്വാതന്ത്ര്യം നൽകിയെങ്കിൽ ഇരുത്തുക, അതായിരിക്കും ക്ലാസ് റൂം മാനേജ്മെൻറ്റിൻ്റെ ഒരു പോയിന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു വാലിഡിറ്റി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? അപ്പോൾ നമുക്കിവിടെ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ പ്രൊവൈഡിങ് സേഫ് ആൻഡ് കംഫർട്ടബിൾ ലേണിംഗ്. ഒരു അധ്യാപകനെ സംബന്ധിച്ച് ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് സേഫും കംഫർട്ടബിളുമായ ഒരു ലേണിംഗ് എൻവയോൺമെൻറ്റ്, ഒരു പഠന അന്തരീക്ഷം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ക്ലാസ് റൂം മാനേജ്മെൻറ്റ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കേട്ടോ. കുട്ടികൾക്ക് സ്വാതന്ത്ര്യം നൽകരുതെന്നല്ല, ക്ലാസ്സിൽ കുട്ടികൾക്ക് സ്വാതന്ത്ര്യം നൽകുക എന്നൊരു ഒറ്റ വേർഡിൽ നമുക്കതിനെ ഒതുക്കി നിർത്താൻ പറ്റില്ല. കാരണം കുട്ടികൾക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടൊരു സ്വാതന്ത്ര്യം നൽകി ക്ലാസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഒരിക്കലും നമുക്ക് സാധിക്കത്തില്ല. അപ്പോൾ കുട്ടികൾക്ക് സ്വാതന്ത്ര്യം നൽകുക എന്നുള്ള ഒരു ഫാക്റ്റ് അവിടെ ഉണ്ടെങ്കിലും കുട്ടികളെ ഈ സ്വാതന്ത്ര്യം പൂർണ്ണമായും കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ക്ലാസ് എന്ത് ചെയ്യാൻ പറ്റില്ല, മുമ്പോട്ട് പോകാം. അതപ്പം കുട്ടികൾക്ക് സ്വാതന്ത്ര്യം ക്ലാസ് കൊടുക്കാതിരിക്കുകയാണോ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെയല്ല. അവർക്ക് ആക്ടിവിറ്റീസ് കൊടുക്കുക, അവർക്ക് താല്പര്യമുള്ള രീതിയിലുള്ള ആക്ടിവിറ്റീസ് കൊടുത്ത് അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്നും ഒരു ഫീൽ ഉണ്ടാവും. എന്നാൽ അവർ ഒരു പരിധി വിട്ട് സ്വാതന്ത്ര്യം എടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകും ക്ലാസ് റൂമിൽ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ട് കുട്ടികൾക്ക് ലേണിംഗ് കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ, അതായത് കുട്ടികളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് കൊടുത്തുകൊണ്ട് കുട്ടികൾക്ക് ഒരു കംഫർട്ടബിളായ ഒരു ലേണിംഗ് എൻവയോൺമെൻറ്റ് ഒരുക്കുക വഴി ക്ലാസ് റൂമിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഒരു അധ്യാപകൻ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇതിലത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ, പ്രൊവൈഡിങ് സേഫ് ആൻഡ് കംഫർട്ടബിൾ ലേണിംഗ് എൻവയോൺമെൻറ്റ്. ഓക്കെ, അടുത്ത ദിവസം നോക്കൂ. In educating the differently abled students, IEP is, അതായത് ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളെയും കൂടെ പഠിപ്പിക്കുന്ന സാഹചര്യത്തിൽ IEP എന്നത് എന്താണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻസ് നോക്കിയോളൂ. ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഓപ്ഷൻ എ ആണ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പാക്കേജ് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ സി ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്ലാൻ ഉണ്ട്. അതുപോലെ ഓപ്ഷൻ ഡി ഇൻട്രസ്റ്റിംഗ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാം ഉണ്ട്. ഇതിൽ ഏതാണ് IEP എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളതാണ് ചോദ്യം. IEP ഏതാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പാക്കേജ് എന്നൊരു സാധനം കിടക്കുന്നുണ്ട്. ഡിഫറൻ്റ്ലി ഏബിൾഡ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തോന്നുന്നത് അല്ലേ, കാരണം നമ്മുടെ കരിക്കുലത്തിലൊക്കെ നമ്മൾ പഠിക്കുന്ന IEP അല്ലെങ്കിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പാക്കേജ് ചൂസ് ചെയ്യാൻ നമുക്കൊരു ടെൻഡൻസി ഉണ്ടാവും അല്ലേ, IEP പ്രത്യേകിച്ച്.
പക്ഷെ ഇവിടുത്തെ ആൻസർ എന്താണ്? ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്ലാൻ ആണ്. സ്റ്റുഡൻസ് ഹു നീഡ് എക്സ്ട്രാ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ഇൻ സ്കൂൾ മേ ബി എലിജിബിൾ ഫോർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സർവീസസ്. ഓക്കെ, അതായത് കുട്ടികൾക്ക് എക്സ്ട്രാ ഹെൽപ്പും സപ്പോർട്ടും ഒക്കെ വേണ്ട സാഹചര്യത്തിൽ അവർക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സർവീസസിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളവിടെ ഇക്വാലിറ്റിയാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കുട്ടികൾക്ക് മറ്റുള്ളവരോട് കൂടി അവസരം പഠിക്കാനും കളിക്കാനും ഒക്കെ മറ്റുള്ളവരോട് കൂടി അവസരം ലഭിക്കുക എന്നുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും അവിടെ ഇക്വാലിറ്റിയോടൊപ്പം കൂട്ടിച്ചേർത്ത് വെക്കേണ്ട മറ്റൊരു വാക്കാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് ഇല്ലാത്ത അല്ലെങ്കിൽ മറ്റുള്ളവർക്കുള്ള പല കഴിവും ഈ പറയുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഉണ്ടാവില്ല. അത് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ടുന്ന അധികമായ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം അധ്യാപകൻ ക്ലാസ് റൂമിൽ എന്നുള്ളതാണ് കേട്ടോ. അല്ലാതെ എല്ലാവർക്കും പറയുന്ന പോലെ അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു കാര്യം കൺസെപ്റ്റ് ക്ലിയർ ആക്കി കൊടുക്കുന്നത് പോലെ ഒരു ഇക്വാലിറ്റി മാത്രം മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആക്ച്വലി ഒരു എന്തായി പോകത്തില്ല, അത്രയും ഇഫക്റ്റീവ് ആവില്ല. ഇക്വാലിറ്റിയോടൊപ്പം ഇക്വിറ്റി കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിൽഡ്രൻ ഹാവിങ് സ്പെഷ്യൽ നീഡ്സ് നീഡ് എക്സ്ട്രാ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട്. അവർക്ക് എക്സ്ട്രാ ഹെൽപ്പും സപ്പോർട്ടും വേണ്ടി വരും അല്ലേ. അങ്ങനെയുള്ളപ്പോൾ അവർ എലിജിബിൾ ആണ് എന്തിന്? സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സർവീസസിന് അവർ എലിജിബിൾ ആണ്. ഓക്കെ, ദ ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം പ്ലാൻ IEP, ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്നും ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്ലാൻ എന്നും ഒക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഇസ് എ റിട്ടൺ പ്ലാൻ ഓർ പ്രോഗ്രാം ഡെവലപ്ഡ് ബൈ ദ സ്കൂൾ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീം വിത്ത് ഇൻപുട്ട് ഫ്രം പേരൻസ് ആൻഡ് സ്പെസിഫൈസ് ദ സ്റ്റുഡൻസ് അക്കാഡമിക് ഗോൾസ്. അതായത് രക്ഷകർത്താക്കൾ എന്നുള്ള ഇൻപുട്ടുകൾ സ്വീകരിച്ചുകൊണ്ട് കുട്ടികളുടെ അക്കാഡമിക് ഗോളിന് സ്പെസിഫിക് ആകുന്ന തരത്തിൽ എന്താണ് ഓരോ പ്രോഗ്രാമും പ്ലാനുകളും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന സ്കൂളിൻ്റെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീം ഡെവലപ്പ് ചെയ്യുന്ന ഈ ഒരു പദ്ധതി വിളിക്കുന്ന പേരാണ് എന്ത്? ദ ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്ലാൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലായല്ലോ? വീട്ടുകാരുടെ അല്ലെങ്കിൽ പേരൻസിൻ്റെ ഇൻപുട്സ് ആണ്. അതായത് കുട്ടികൾ എപ്പോഴും ഏറ്റവും കൂടുതൽ കുട്ടിയുടെ പ്രശ്നവും അവൻ്റെ കഴിവും അവൻ്റെ പോരായ്മകളൊക്കെ ഏറ്റവും നന്നായി മനസ്സിലാക്കുന്നത് ആരായിരിക്കും? ഉറപ്പായിട്ടും അവൻ്റെ പേരൻസ് ആയിരിക്കും അല്ലേ. അപ്പോൾ അവരിൽ നിന്ന് ഇൻപുട്ടുകൾ സ്വീകരിച്ചുകൊണ്ട് ആ കുട്ടികൾക്ക് എന്താണ് അവരുടെ അക്കാഡമിക് ഗോൾ അതിലേക്ക് എത്താനുള്ള മാക്സിമം സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന സ്കൂളിൻ്റെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീമിൻ്റെ ഒരു പ്ലാനാണ് എന്തെന്ന് പറയുന്നത്? ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്ലാൻ എന്ന് പറയുന്നു. ക്ലിയർ ആണേ? ശരി, അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷനിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുള്ളൂ. ഐഡന്റിഫൈ ദ കറക്റ്റ് ഓർഡർ ഓഫ് ദ ഫോളോയിങ് സ്റ്റേജസ് റിലേറ്റഡ് ടു എറിക്സൺ സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ്. എറിക്സന്റെ സൈക്കോളജിക്കൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട ഇതിലെ കറക്റ്റ് എന്താണ് ഓർഡർ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ ഏത് ഓർഡറിലാണ് കറക്റ്റായിട്ട് പോകേണ്ടതെന്നുള്ളതാണ്. ഒന്നാമത്തെ നോക്കിയുള്ളൂ ഓട്ടോണമീസ് വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്. അപ്പോൾ അറിയാമല്ലോ എറിക്സന്റെ സൈക്കോളജിക്കൽ ഡെവലപ്മെന്റിലെ സ്റ്റേജസ് ഒക്കെ അറിയാമല്ലോ, അതിൻ്റെ കറക്റ്റ് ഓർഡറാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്, ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ, ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. ഇത് എങ്ങനെയാണ് കൃത്യമായി ഓർഡർ ആക്കേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ തൽക്കാലത്തിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞിട്ട് ഓരോന്ന് ഓർഡറിൽ നമ്മുടെ ആ ഒരു എന്താണ് സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ സ്റ്റേജസ് എല്ലാം നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇതിൻ്റെ ആൻസർ 1, 3, 4, 2 എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കിയിരുന്നാൽ മതി. അത് പോട്ടെ, നമുക്ക് നോക്കാം. 8 സ്റ്റേജ് സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റ് എറിക്സന്റെ സൈക്കോളജി ഡെവലപ്മെൻറ്റിൻ്റെ 8 സ്റ്റേജസും അതുമായി ബന്ധപ്പെട്ട ഏജുമാണ്. ചില ടെക്സ്റ്റുകൾ നമ്മൾ റെഫർ ചെയ്താൽ ഈ ഏജിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. അതായത് ചിലപ്പം ബർത്ത് ടു 18 months to 3.5 years എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഏജിന് ചെറിയ വേരിയേഷനൊക്കെ നിങ്ങൾ മറ്റു ടെക്സ്റ്റുകൾ റെഫർ ചെയ്യുമ്പോൾ കാണുന്നുണ്ടെങ്കിലും കൂടുതലും യൂണിവേഴ്സലായി ഉപയോഗിക്കുന്ന ആ ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് എന്ന ഫസ്റ്റ് സ്റ്റേജ് എന്നാണെന്ന് വെച്ചാൽ ബർത്ത് മുതൽ 18 months വരെയാണ്, ജനനം മുതൽ 18 മാസം വരെയാണ് ഇത് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേജ് ഓട്ടോണമി വേഴ്സസ് ഷെയിം ആണ്. അത് 18 മാസം 1.5 വയസ്സ് 1.5 വയസ്സ് മുതൽ 3 വയസ്സ് വരെയാണ് ഓട്ടോണമി വേഴ്സസ് ഷെയിം എന്ന് പറയുന്നത്. 3 ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്, അതിനെയാണ് 3 years to 5 years മൂന്നാമത്തെ സ്റ്റേജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. 4ാമത്തെ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി, അത് 5 to 12 വയസ്സാണ്, അതാണ് 4ാമത്തെ സ്റ്റേജ്. 5ാമത്തെ സ്റ്റേജ് ഐഡന്റിറ്റി വേഴ്സസ് കൺഫ്യൂഷൻ 12 years to 18 years ആണ്, 12 മുതൽ 18 വയസ്സാണ്. അപ്പോൾ ഒരു ടീനേജിൻ്റെ ഒക്കെ ഒരു സ്റ്റാർട്ടിങ് അവിടെയാണുള്ളത്. ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ എന്നുള്ളതാണ് 6ാമത്തെ സ്റ്റേജ്. അതിൻ്റെ ഏജ് ടെന്യൂർ എന്ന് പറഞ്ഞാൽ 18 to 40 years ആണ്.
ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ അത് 40 years to 65 years ആണ്. അതുപോലെ ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പെയർ അബോവ് 65 years. അതായത് ഓരോ പ്രായത്തിലും അതിനുണ്ടാകുന്ന ഒരു ഇനിഷ്യേറ്റീവും എന്നാൽ അത് നടന്നില്ലെങ്കിലും ഉണ്ടാകാൻ പോകുന്ന ഒരു ബാക്ക് ഡ്രോപ്പ്, അതാണ് ഈ 8 സ്റ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 8 സ്റ്റേജുകളും അതിൻ്റെ കൃത്യമായ അതിൻ്റെ എന്താണ് ഏജ് പീരീഡും കൃത്യമായി നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. അപ്പോൾ കൃത്യമായി ഓർഡർ ആക്കാനോ അല്ലെങ്കിൽ ഇന്നത് ഒരു 8 വയസ്സുള്ള കുട്ടി എറിക്സന്റെ സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നതെന്നോ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വേണമെങ്കിൽ വരാം. അതുകൊണ്ട് കൃത്യമായി 8 സ്റ്റേജുകളുടെ ഓർഡറും അതിൻ്റെ ഏജ് ഗ്രൂപ്പും കൃത്യമായി നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിട്ട് നമ്മൾ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് സെറ്റ് ക്രാക്കറിൻ്റെ മറ്റൊരു സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.